6 അറബ് രാജ്യങ്ങൾ ഇസ്രയേലിനെ തകർക്കാൻ പദ്ധതി വെച്ചു. അവർ പറഞ്ഞു, ഇസ്രയേൽ എന്നൊരു രാഷ്ട്രം ഭൂമിയിൽ കാണത്തില്ല. 1 സൗദി അറേബ്യ, 2 ഇറാൻ, 3 ഇറാഖ്, 4 ഈജിപ്റ്റ്, 5 ജോർദാൻ, 6 സിറിയ. 48 മണിക്കൂർ കഴിഞ്ഞാൽ ഇസ്രയേൽ എന്ന് പറയുന്ന രാഷ്ട്രം ലോകത്തിൽ കാണത്തില്ല. ഇന്ന് ഇന്ത്യയുടെ അനുഗ്രഹം മുഴുവൻ ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഇസ്രയേലിൽ നടക്കുന്ന സംഭവങ്ങളായിരിക്കും. കഴിഞ്ഞ രാത്രി നാം തുടങ്ങി വെച്ചത് ഈ യുദ്ധമെല്ലാം ചെല്ലുന്നത് യെരൂശലേമിലേക്കാണ്. അനവധി വാക്യങ്ങൾ ഇന്നലെ രാത്രി വായിച്ചു. സെഖരിയ ദീർഘദർശിയൻ കടിതം അധികാരം 12 വചനം 1, 2, 3 യഹോവയായ കർത്താവിൻ്റെ ഇസ്രയേലിനെ കുറിച്ചുള്ള പ്രവചനം വായിക്കേണ്ട സഹോദരി. ഇന്നത്തെ വായിച്ചാൽ മതി. ഞാൻ പറഞ്ഞോളാം. ഇന്നലത്തത് ഞാൻ പറഞ്ഞു പോകാനാണ്. 1 ജെറുസലേം, 2 തത്തളിപ്പിൻ പാത്രം, 3 ഭാരമുള്ള കല്ല്, 4 സകല ജാതികളും അതിനെതിരെ വിരോധമായി കൂടി വരും, 5 അതിനെ തൊടുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും. ഇന്നലെ 2 ഭാഗം ചിന്തിച്ചു. യെരൂശലേം ജാതികൾ വിരോധമായി കൂടി വരുമോ? ഇന്ന് 3 ഭാഗം ചിന്തിക്കും. അങ്ങനെയെങ്കിൽ ഗാസ ഇസ്രയേൽ സംഘട്ടനം നമ്മ ബൈബിളിൽ ഇരിക്കുന്നത്. ഇന്നലെ രാത്രി തൊട്ട് വച്ചിരിക്കുന്നത് ആമോസ് ദീർഘദർശി 1-ാം അധികാരം 6, 7 ഗാസയുടെ മതിലിനകത്ത് തീ അയക്കും, അതിൻ്റെ അരമനകളെ കത്തിച്ചു കളയും. 2 ഗാസ ഇസ്രയേൽ സംഘട്ടനം യിരെമ്യാ ദീർഘദർശി 47 അധികാരം 5, 6, 7 ഗാസയുടെ തല മൊട്ടയടിക്കും, അഥവാ ഹമാസിന്റെ ലീഡർ മുഴുവൻ കൊല്ലും, ആഷ്കലോൻ ശൂന്യമാകും. 3 വീണ്ടും നാം ചിന്തിച്ചു. സെഫന്യാ ദീർഘദർശി 2, 4, 5, 6 ഗാസയിൽ നിലവിളി ഉയരും, ഇസ്രയേലിൻ്റെ ഓരോ ഭാഗങ്ങളിലും നിലവിളി ഉയരും, സമുദ്ര തീരത്തിലുള്ള രാജ്യങ്ങൾ നിലവിളിക്കും. 4 ഗാസ ഇസ്രയേൽ സംഘട്ടനം സെഖരിയ ദീർഘദർശി 9-ാം അധികാരം വചനം വാസിക്കരുത്. 5, 6 ഗാസ നിർജ്ജനമാകും, അതോടൊപ്പം തന്നെ ഫെലിസ്ത്യരുടെ അരമനകൾ കത്തിച്ചു കളയും. അത് നമ്പർ 1. 2 ഗാസ തീരുമ്പോൾ ലെബനോനെ ഇസ്രയേൽ ആക്രമിക്കും. സെഖരിയ ദീർഘദർശി 11 അധികാരം 1, 2 വചനം ലെബനോനെ നിന്റെ ദേവദാരുക്കൾ കത്തിപ്പോയി, സരളവൃക്ഷം ഊളിയിട്ടു, നിന്റെ മുതലമച്ചർ അഥവാ കൂറ്റന്മാരായ നേതാക്കൾ വീണുപോകും. അത് കഴിഞ്ഞിട്ട് നാം പിന്നെ സിറിയയെ പറ്റിയും ഇറാന്റെ പകുതിയെ പറ്റിയും ചിന്തിച്ചു. യെശയ്യാ ദീർഘദർശിൻ കടിതം അധികാരം 17 വചനം 1, 2 ഞാൻ ഡെമസ്കോസിൻ്റെ അടുത്ത് മതിലുകളെ ഇടിച്ച് അതിനെ കൂമ്പാരമായി കത്തിച്ചു. പക്കത്ത് ഇറാനിരിക്കുന്നത് ആരോവർ, ഇന്നത്തെ ടെഹ്റാനോട് ചേർന്നുള്ള സ്ഥലങ്ങളും അന്ന് കത്തിക്കുമെന്ന് പറഞ്ഞു. അത് കഴിയുമ്പോൾ വീണ്ടും യമനെ ഇസ്രയേൽ ആക്രമിക്കും. ആമോസ് ദീർഘദർശി 1-ാം അധികാരം അതിക്കുള്ള 12-ാമത് വചനത്തെ വായിക്കുന്നത്, ഞാൻ തേമാനിൽ ഒരു തീ അയക്കും. ഇത് നടന്നു കഴിഞ്ഞപ്പോൾ സിറിയയുടെ രാജാവ് സ്ഥലം വിട്ടുപോയി. അതിനാസ്പദമായി ആന്റിക്രിസ്റ്റ് സിറിയയിൽ നിന്ന് വരുവാൻ രാജാവ് മാറണം. ആമോസ് ദീർഘദർശി അധികാരം 1 വചനത്തെ വാസിക്കരുത്. 15-ാം വചനം അവരുടെ രാജാവ് നേതാക്കൾ തമിഴ് ബൈബിൾ പ്രവാസത്തിലേക്ക് പോകും, അഥവാ രാജ്യം വിട്ടുപോകും. അങ്ങനെയെങ്കിൽ ഇന്ന് നടക്കുന്ന സംഭവങ്ങൾ ഇറാൻ, ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു യിരെമ്യാ ദീർഘദർശി 49-ാം അധികാരം 35, 36, 37 അവൻ ഏലാമ ഇറാൻ ഏലാമിൽ നിന്ന് വില്ലൊടിക്കും, അതിൻ്റെ അരമനകൾ കത്തും, ന്യൂക്ലിയർ പ്ലാന്റുകൾ ഇറാൻ വസ്തുവും കത്തുന്ന ഒരു കാലം വരും. അപ്പോൾ ഇതൊരു 3-ാം ലോക മഹായുദ്ധമാകുമോ? ഇല്ല. യിരെമ്യാ ദീർഘദർശി 6:14 ഉലകമേ സൊൽகிறது സമാധാനം. എൻ്റെ ഇസ്രയേലേ, സമാധാനമില്ലാതിരിക്കെ സമാധാനം എന്ന് പറഞ്ഞ് നിൻ മുറിവുക്ക് കൊഞ്ചമായി മുറിവ് കെട്ടുന്നു. അത് താൻ നേற்று நான் பேசியிருக்குது. ஒரு வாலிபன் வந்து காலொடிஞ்சாൽ இங்கே ஐசக் ஆஸ்பத்திரி போயிருக்குது, மருத்துவமனை போயிருக்குது. ഫസ്റ്റ് ഓഫ് ഓൾ ദേ വിൽ നോട്ട് ഗോ ടു സർജറി. അവർ സർജറി ചെയ്യത്തില്ല. നീര് കുറച്ച്
കാല് ശരിയാകുമ്പോൾ കമ്പിയിടും. അതുപോലെ ഇന്നൊരു സമാധാനമുണ്ട്, അതെല്ലാം തീരും. അങ്ങനെയെങ്കിൽ അരുമயான മക്കളെ, കവിൾപ്പേൻ ഒരു മൂന്നാം ലോക മഹായുദ്ധം വരണമെങ്കിൽ ഒരു റോഡ് പണിയണം. അതിൻ്റെ പേരാ ചൈനയുടെ സിൽക്ക് പാത. നേற்று നാം ചിന്തിച്ചിരിക്കുന്നത് യെശയ്യാ ദീർഘദർശി அதுக்கு 19 அதிகாரம் 23-24 അശൂര്യർ മിസ്രൈമ്യരുമായി ആരാധന കഴിക്കും. 57 അറബ് രാജ്യങ്ങൾ ഒരുമിക്കും. അതാ ഇന്നത്തെ അന്തിമ ദിനം. അപ്പോൾ ഇസ്രായേൽ ഭൂമിയുടെ മധ്യേ ആശീർവാദമായിരിക്കും. ഇന്ത്യക്ക് സഹിതം ഇന്ന് ഇസ്രായേൽ അനുഗ്രഹം. അത് കഴിഞ്ഞതിന് ശേഷം ഒരു പാത വരുമോ? ചൈന സിൽക്ക് കൊറിഡോർ. യെശയ്യാ ദീർഘദർശി 49 അധികാരം 12 വചനം. ഇതാ ഇവർ വരുന്നു, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നും ഇവർ വരുന്നു. സിനീം ദേശം, അതാ ചൈനയുടെ സിൽക്ക് പാത. നേற்று சொல்லியிருக்குது കന്യാകുമാരി, കാശ്മീർ, മറ്റും പാകിസ്ഥാൻ, അഫ്ഗാൻ, ഇറാൻ, ഇറാഖ്, യൂഫ്രട്ടീസ് ടൈഗ്രീസ്, അക്കരെ വന്ന് തുർക്കി, സിറിയ, ഗോലാൻ കുന്ന്, ടെല്ലവീവ്. ഇങ്ങനെ ഒരു പാത വരും, ചൈനയുടെ സിൽക്ക് പാത. അങ്ങനെയെങ്കിൽ നമ്മുടെ അരുമயான യോഗക്കൂട്ടങ്ങൾ ഇവിടെ നടക്കുമ്പോൾ ഏറ്റവും നിർണായകമായി യൂഫ്രാട്ടീസ് ടൈഗ്രീസ് നദി പറ്റുகிறது. വെളിപ്പാട് ദീർഘദർശി യോവാൻ അപ്പോസ്തലൻ വെളിപ്പാട് പുസ്തകം 16 അധികാരം 12 വാക്യം നേറ്റു വായിച്ചു. 6-ാമത്തവൻ തന്റെ കലശം യൂഫ്രാട്ടീസ് ടൈഗ്രീസ് നദിയിൽ ഒഴിച്ചു. കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വേണ്ടി വഴിയൊരുക്കുവാൻ യൂഫ്രട്ടീസ് ടൈഗ്രീസ് പറ്റിപ്പോയി. அதுக்கு தான் நேற்று பேசியிருக்கிறது. നിങ്ങൾ മൊബൈലിൽ ദ പ്രസന്റ് സിറ്റുവേഷൻ യൂഫ്രട്ടീസ് ടൈഗ്രീസ് അടിച്ചാൽ നദി പറ്റിയിരിക്കുന്നു. അതിനാസ്പദമായി തുർക്കി ഒരു ഡാം പണിയുന്നു, അട്ടട്ടാർ. ആ നദിയിൽ കൂടെ പടയാളികൾ ഇസ്രായേലിനെ ആക്രമിക്കുവാൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ കർത്താവ് വാനമേഘത്തിൽ വരുമെന്ന് ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു. മോശയുടെ വചനം കേട്ട് ദൈവജനം ഇറങ്ങിയപ്പോൾ ചെങ്കടലിൽ വന്ന് മോശ എന്താ ചെയ്തത്? കയ്യിലിരിക്കുന്ന കോലെടുത്ത് ആണ്ടവർക്ക് വല്ലമൈ കൊടുത്തവൻ പ്രാർത്ഥിച്ചു. അന്ന് രാത്രി മുഴുവൻ കിഴക്കൻ കാറ്റടിച്ചു. ആരാധിക്കുന്ന ഇസ്രായേൽ ജനം മറുകര കടന്നെങ്കിൽ ഒരു അന്തിമ യുദ്ധത്തിൽ യൂഫ്രട്ടീസ് ടൈഗ്രീസ് വഴി പട്ടാളം ഇസ്രായേലിനെ ആക്രമിക്കാൻ പോകുന്നതിന് മുമ്പ് യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കാൻ കാന്തൻ വരുമെന്ന് ഇന്നലെ. അപ്പോൾ ദൈവസഭ എടുക്കപ്പെടുമോ? ആ ലോകമഹായുദ്ധം നടക്കോ? അവസാനമായി ഇന്നലെ രാത്രി നാം ചിന്തിച്ചു. യെസക്കേൽ ദീർഘദർശി അധികാരം 21 വചനത്തെ വാസിക്കുന്നത് 26-27 ഇന്നലെ വായിച്ചു. അതങ്ങനെ ഇരിക്കയില്ല. അവൻ താഴ്ന്നതിനെ ഉയർത്തും, ഉയർന്നതിനെ താഴ്ത്തും. അതിൻ്റെ മലയാളം ഭരണകൂടങ്ങൾ മാറും. അങ്ങനെയെങ്കിൽ ഇന്നലെ അതെല്ലാം ഗഹനമാ നാം ചിന്തിച്ചിരിക്കുന്നത്. അതൊക്കെ വാക്യം എഴുതിയിരിക്കുന്നു. ഭരണകൂടങ്ങൾ മാറും, താഴ്ന്നതിനെ ഉയർത്തും, ഉയർന്നതിനെ താഴ്ത്തും. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ കവിൾ പേൻ 1-ാം ലോകമഹായുദ്ധം, 2 കവിൾ പേൻ 2-ാം ലോകമഹായുദ്ധം. ഇത് 2 ലോകത്തിൽ കഴിഞ്ഞു. യെസക്കേൽ ദീർഘദർശി പറയുന്നു വീണ്ടും വരുന്ന കവിൾ പേൻ. എന്നാൽ അതിക്ക് പിന്നാടി ഒരു വാക്ക് ഇരിക്കുന്നു. അതിന് അവകാശമുള്ളവൻ വരുവോളം അതില്ലാതിരിക്കും. 3-ാം ലോകമഹായുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മുടെ മശിക കാഹളനാദവുമായി മധ്യാകാശത്തിൽ വരുമെന്ന് ഇന്നലെ രാത്രി നാം കേട്ടു. ഇന്നേക്ക് 2600 കൊല്ലം മുമ്പ് തെക്കോവയിലെ ആട്ടിടയനായ ആമോസ് ഇസ്രായേലിനെ പറ്റി കൊടുത്തിരിക്കുന്നതാം ആമോസ് പ്രവചനം. 9 അധികാരമിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 146 വാക്യം ടോട്ടലായിരിക്കുന്നത്. ഇതിനകത്ത് 9 കാര്യങ്ങളും വളരെ പ്രത്യേകതയാവും. 1-ാം അധികാരം ഇസ്രായേൽ ന്യായവിധി, 2-ാം അധികാരം മോവാബിൻ ന്യായവിധി, 3-ാം അധികാരം ഇസ്രായേലിൽ പാപം, 4 ഇസ്രായേലിനോട് സ്വർഗം പറയുന്നു നിൻ ദേവനെ അണപ്പതുക്ക് നീ ഒരുങ്ങിക്കൊള്ളുക, 5 വെട്ടുക്കിളി ഇസ്രായേലിക്ക് വെട്ടത്, 6 തുള്ളൻ തുള്ളുന്നു, 7 പച്ചപ്പുഴു അതിനെ നക്കുന്നു, 8 ലോകരാജ്യങ്ങൾ ഇസ്രായേലിനെ ഞെരുക്കുന്നു. അതിൻ്റെ നടുവിൽ അധ്യായം 9 അഥവാ അധികാരം 9 വരുമ്പോൾ അങ്ങ് ഒരു അരുമயான വാക്യം ഇരിക്കുന്നത്. അതാ താൻ ആമോസ് 9 പ്രവചനത്തിൽ അതിൻ്റെ 9 വാക്യം മറ്റും രേഖപ്പെടുത്തിയിരിക്കുന്നു. അരിപ്പ കൊണ്ടരിക്കുന്നത് പോലെ ഇസ്രായേലിൻ മക്കള് ഉലക രാജ്യങ്ങൾ ഞങ്ങൾ അരിക്കും, ഒരു മണി പോലെ ശേഷിക്കാതെ സകലരും മടങ്ങി വരും.
അങ്ങനെയെങ്കിൽ ഇസ്രയേൽ മക്കൾ മടങ്ങി വരുന്ന രണ്ട് കാര്യം: ഒന്ന്, മശിഹാവിൻ വരവ്; രണ്ട്, യഹൂദനുക്ക് ഒരാലയം, ഒരു ചർച്ച് കട്ടപ്പടി ആന്റി ക്രിസ്റ്റും ഇതിന്റെ പിന്നിൽ എഴുന്നേറ്റ് വരും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി സിസ്റ്റർ വായിച്ചത് നിങ്ങൾ കേട്ടു. സോദോമിന്റെയും ഗോമറയുടെയും മേൽ ഒരു കവിൾപ്പേൻ നടത്തിയതുപോലെ ഇസ്രായേലേ, നിൻ മക്കൾക്ക് നേരെ ഒരു കവിൾപ്പേൻ നടത്തി നിങ്ങ ഞാൻ കൊണ്ടുവന്നു. എങ്കിലും എൻ്റെ വാക്ക് നിങ്ങൾ അനുസരിച്ചില്ല. അതുക്ക് താൻ ഞാൻ ഉദവി പണ്ണത്. ഇസ്രവേലേ, ഇത് നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട് നിൻ ദേവനെ എതിരേൽപ്പതുക്കായി അണയ്പ്പതുക്കായി നീ ഒരുങ്ങിക്കൊള്ളുക. അതായിരിക്കും മശിഹാവുടെ വരവിനെ പറ്റി നേറ്റ് ഞാൻ சொல்லியிருக்குது. 2026 നാം ആയിരിക്കുന്നു. 1948 മെയ് 14 ഇസ്രയേൽ രാഷ്ട്രം സ്വതന്ത്രമായി. ഗഗനമാ കേട്ടിരിക്കുന്നത്. അന്ന് യെരുശലേം മണ്ണ് അറബ് ലീഗ്, ജോർദാൻ, വഖഫ് ബോർഡ്, ഇസ്രയേൽ എല്ലാവർക്കുമായിരുന്നു. അന്ന് ഒരു പ്രശ്നത്തെ നിങ്ങൾ മനസ്സിലാക്കണം. അന്ന് അവർ ഇസ്രായേലിൽ 9ാം ക്ലാസ് 9th സ്റ്റാൻഡേർഡ് ഒരു പുസ്തകം അടിച്ചു. അതുക്കുള്ള ഒരു പാരഗ്രാഫ് വെച്ചിരിക്കുന്ന ഇന്ത്യയെ പറ്റി അന്നത്തെ ഇസ്രയേൽക്കാർ എഴുതി വെച്ച് നമ്മ ലോക രാജ്യങ്ങളിലെല്ലാം ചിതറി അവിടെ അടികിട്ടി ഇടികിട്ടി നമ്മ ആൾക്കാരെല്ലാം കൊന്നിരിക്കുന്നത്. പക്ഷെ ഇന്ത്യ മഹാരാജ്യത്തിൽ ഒരു യഹൂദനെ പോലും കൊന്നില്ല. അതുകൊണ്ട് ഇന്ത്യയെ നിങ്ങൾ മറക്കരുത്. തായെ തകർപ്പരെ, இந்த புத்தகத்தை எழுதியிருக்கிறது 1949 1949. இப்ப வந்து 75 பரம் கொல்லமாயிருக்குது. புஸ்தகம் இஸ்ரேல் இருக்குது. நம்ம அண்ணா யூனிவர்சிட்டி, காமராஜ் யூனிவர்சிட்டி, எம்ஜிஆர் யூனிவர்சிட்டி, അല്ലെങ്കിൽ തക്കലെ നിംസിന്റെ ആ തക്കലെ യൂണിവേഴ്സിറ്റി, ഇതെല്ലാം മട്ടുമാ ഒരു 3-4 കൊല്ലമാകുമ്പോൾ സിലബസ് മാറും, പുസ്തകം മാറുന്നത്. പക്ഷെ ഇസ്രായേലിൽ 9ാമത്തെ ക്ലാസ്സിലെ പുസ്തകം ഇതുവരെ മാറിയിട്ടില്ല. அந்த കുളന്തകൾ പഠിക്കുന്നത് അവർക്ക് അറിയണം. ഇന്ത്യ മഹാരാജ്യം ഒരു കാരണവശാലും നമ്മളെ ഉപദ്രവിച്ചിട്ടില്ല. ഇന്ത്യയുടെ അനുഗ്രഹം എന്താ? പെന്തിക്കോസുകാരാണോ? CSIക്കാരുടെ അനുഗ്രഹമാണോ? അംബാനിയുടെ അനുഗ്രഹമാണോ? അദാനിയുടെ അനുഗ്രഹമാണോ? അല്ല. അബ്രഹാമുക്കുള്ള ദൈവം പറഞ്ഞത് മുതലധികാരം ഉൽപ്പത്തി 12 ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു: നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും. കരമുയർത്തുന്നവർക്കായി ഇന്ന് ഇന്ത്യയുടെ അനുഗ്രഹം മുഴുവൻ ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും. അതുതാൻ ഇന്ത്യയിലെ മോഡിജി 2 പ്രാവശ്യം ഇസ്രയേലിൽ പോയി. അങ്ങനെയെങ്കിൽ ഇനിയാ നമ്മുടെ ചെയ്തി. 1967 நம்ம பக்கம் நல்ல காலேஜ் இருக்குது, சென்ட் ஜேம்ஸ் இருக்குது, மாரஃப்ரேம் காலேஜ் இருக்குது. அப்ப 48 മെയ് 14 അവൻ സ്വതന്ത്രമായി. 19 വർഷമായ ഒരു വാലിബൻ ഇസ്രയേൽ. 1967 6 അറബ് രാജ്യങ്ങൾ ഇസ്രയേലിനെ തകർക്കാൻ പദ്ധതി വെച്ചു. അവർ പറഞ്ഞു, ഇസ്രയേൽ എന്നൊരു രാഷ്ട്രം ഭൂമിയിൽ കാണത്തില്ല. 19 വയസ്സുള്ള ഒരു വാലിബനുക്ക് പക്കമായി 6 അറബ് രാഷ്ട്രങ്ങൾ പദ്ധതി വെച്ചു ഇസ്രയേലിനെ തകർക്കുവാൻ. ബൈബിളിനകത്തിരിക്കുന്ന സംഗീതം വാസിക്കുന്നത് 83 സംഗീതം വാക്ക് വസനം 4, 5, 6, 7 അതുക്കുള്ള ഇരിക്കുന്നത് ഇസ്രയേൽ ഭൂതലത്തിൽ ഒരു ജാതി ആവാതിരിപ്പാൻ മുടിച്ചുകളാം. സിസ്റ്റർ വായിച്ചാട്ടെ സംഗീതം 83 4, 5, 6, 7. സംഗീതം 83 4, 5, 6, 7. വരുവീൻ, ഇനി ഒരു ജാതിയായിരാമലും. இதுதான் அருமையான வாக்கியம். இனி இஸ்ரவேல் ஒரு ஜாதி ஆவாதிருப்பான். வாச்சோ, இஸ்ரவேலின் பேர் இனி நினைக்கப்படாமலும் போவதாக. பூதலத்தில் யாருமே இனி இஸ்ரவேலின் பேரே சொல்லக்கூடாது. அடுத்த வாக்கு, அவர்களை அதம் பண்ணுவோம் வாருங்கள் என்கிறார்கள். அவரை தகர்க்கான் 6 ராஜ்யங்கள் பദ്ധതി വെച്ചു. ആരൊക്കെയാ? இப்படி ஏதோமின் கூட்டத்தாரும், ஏதோமின் கூட்டக்கார் ഇന്നത്തെ ഇറാഖ്. അടുത്തത് ഇസ്മവേലർ ഏശാവിന്റെ മക്കള്. അടുത്തത് മോവാബിയർ ഈജിപ്റ്റ്. അടുത്തത് ആഗാര്യരും കേബാലരും അമോന്യരും അമാലേക്യരും തീരുവിൻ കുടികളോട് കൂടിയ പെലിസ്ത്യരും ഏക നിർണയമായി ആലോചന ചെയ്ത് മതി. 6 രാജ്യങ്ങൾ അന്നത്തെ കാലത്തെ സഖ്യം. 1 സൗദി അറേബ്യ, 2 ഇറാൻ,
3 ഇറാഖ്, 4 ഈജിപ്റ്റ്, 5 ജോർദാൻ, 6 സിറിയ. ഇവരെല്ലാം കൂടെ പദ്ധതി വെച്ചു ഇസ്രയേലിനെ തകർക്കാൻ. இந்த செய்தியை ഗഹനമാ കേൾക്കണം. അന്ന് 19 വർഷമുള്ള ഇസ്രയേൽ ഏകദേശം 7-8 ലക്ഷം ജനസംഖ്യ മാത്രം. അവർക്ക് വന്ന് പട്ടാളം ഇരിക്കുന്നത് 25,000 പേർ. അവർക്ക് വന്ന് വിമാനം ഇരിക്കുന്നത് 30 വിമാനം, 3 വാർഷിപ്പ് ഇരിക്കുന്നത്. എന്താ ചെയ്തതെന്നറിയാമോ? ഈജിപ്റ്റ് വിമാനത്താവളത്തിൽ സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ 300 വിമാനം കൊണ്ടിട്ടിരിക്കുക. അവർ ഇസ്രായേൽക്കുള്ള കേട്ടിരിക്കുന്നത് 48 മണിക്കൂർ കഴിഞ്ഞാൽ ഇസ്രയേൽ എന്ന് പറയുന്ന രാഷ്ട്രം ലോകത്തിൽ കാണത്തില്ല. അന്ന് യഹൂദൻ ഞെട്ടിപ്പോയി. പടയാളികൾ കാവൽ നിൽക്കുന്നു. പ്രിയ മക്കളെ, അരുമயான ദൈവ പിള്ളകളെ, അന്ന് ഇസ്രായേലിൽ ഒരു വിദേശകാര്യ മന്ത്രി ഇരിക്കുന്നത്, മുതലമച്ചർ, ഒരു പ്രതിരോധ മന്ത്രി, ഡിഫൻസ് മിനിസ്റ്റർ. അവരുടെ പേർ താൻ മോശിദാൻ. അദ്ദേഹം ബൈബിൾ അഥവാ പഴയ നിയമത്തിന്റെ യഹൂദന്റെ പഴയ നിയമ തോറയുടെ ചുരുളുകൾ വായിക്കുന്നതാ. പട്ടാളക്കാരെല്ലാം വന്ന് പറഞ്ഞു, സാർ 2 നാൾക്കൾ കഴിഞ്ഞാൽ ഇസ്രയേൽ രാഷ്ട്രം ഭൂമിയിൽ കാണത്തില്ല. 300 വിമാനം റെഡിയായിരിക്കുക. നമ്മളെ ചുട്ടുകളയും. ഗോലാൻ കുന്നെല്ലാം അവരുടെ കയ്യിലേക്ക് പോകാൻ പോകുക, പിടിച്ചടക്കുക. അവരെന്നാ പേശിയിരിക്കത്? അവർക്ക് 300 വിമാനം ഇരിക്കത്, 1,00,000 പട്ടാളം ഇരിക്കത്, നമുക്ക് 30 വിമാനം ഇരിക്കത്, 3 ഷിപ്പ് ഇരിക്കത്. കവലപ്പെടാതെ, ഏതാ കവലപ്പെടാതെ? അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. ആരാം സൈന്യം ഗഹനമാ കേട്ടിരിക്കണം. ആരാം സൈന്യം എങ്ക വന്നു? ഏലീശ വീട്ടുപക്കം വന്നു. ഏലീശയുടെ ശിഷ്യന്മാർ ചെന്ന് പ്രവാചകരോട് പറഞ്ഞു, അല്ലയോ പ്രവാചക, ആരാം സൈന്യം നമ്മ വളഞ്ഞിരിക്കുന്നു. അപ്പോൾ അവർ പെരിയ സൈന്യം. ഏലീശ പറഞ്ഞു, അരാമിലില്ലാത്ത ഒരുവൻ നമ്മുടെ പാളയത്തിലുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി അവന്റെ പേരത്ര യുദ്ധ ദിവസത്തിൽ വീരനെ പോലെ യഹോവ. മോശിദാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ കവലപ്പെടാതെ ഞാൻ ജപത്തെ കൊടുക്കത്, അഥവാ ഈജിപ്റ്റ് പാളയത്തിൽ ഇല്ലാത്ത ഒരുവൻ നമ്മ കൂട്ടത്തിൽ ഇരിക്കത്. അവൻ പേർ താൻ യുദ്ധ ദിവസത്തിൽ യഹോവ. ഗഗനമാ ചെയ്തിയാ കേൾക്കണം. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാര്. അവൻ ജപത്തെ കൊടുത്തു. രാത്രി 2 മണിയായി. 3 പൈലറ്റുകളെ വിളിച്ചു. അവർക്കിട്ട് പേശിക്കരുത്, നിങ്ങൾ 3 വിമാനം എടുക്കണം. വെളുപ്പ് 3:30 മണി. 150 മീറ്ററിൽ വിമാനം ഉയർന്നാൽ റഡാറിൽ വരും. അതുകൊണ്ട് 150 മീറ്റർ താഴെ പറക്കണം. ഈജിപ്തിന്റെ എയർപോർട്ടിലോട്ട് ചെന്ന് ഇടിച്ചിറങ്ങണം. അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ ഇറങ്ങിയതില് ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു മോശിദാൻ. ഒരു വലത് കണ്ണിന് കാഴ്ച കുറവായിരുന്നു. പ്രഭാതത്തിൽ 3 പൈലറ്റുമാർ ഡേവിഡ് ബെൻഗൂറിയൻ എയർപോർട്ടിൽ നിന്ന് 3 വിമാനം എടുത്തു. ഈജിപ്തിന്റെ പാളയം കടന്ന് ഉറങ്ങുക. 4 മണിക്ക് റഡാർ കാണുന്നില്ല. 3 വിമാനം ഈജിപ്തിന്റെ എയർപോർട്ടിൽ ചെന്ന് ഇടിച്ചിറങ്ങി. 300 വിമാനം തീ കൊണ്ട് കത്തിപ്പോയി. ഈജിപ്റ്റ് ഞെട്ടിപ്പോയി. ഈജിപ്റ്റ് ഞെട്ടിവറയ്ക്കാൻ തുടങ്ങി. അപ്പോൾ 25,000 പട്ടാളക്കാർ ഗോലാൻ കുന്നിൽ നിന്നു. അവരെന്തോ ചെയ്തു? ഈജിപ്തിന്റെ പടയെ ഓടിച്ചു. എന്നിട്ട് ജെറുസലേം അവരുടെ കൈകളിലായി. കരമുയർത്തുന്നവർക്കായി നാളിൽ ജെറുസലേമിനെ തത്തളിപ്പിൻ പാത്രമായി മാറ്റും. തത്തളിപ്പിൻ പരിഭ്രമ പാത്രം. അങ്ങനെയെങ്കിൽ വരുവത് യെരൂശലേമുമായുള്ള യുദ്ധം. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് രാത്രി നിങ്ങൾ വചനം കേൾക്കുന്ന ദൈവമക്കൾ അറിയണം, പ്രതികൂലം എത്ര വന്നാലും, ഒരു സൈന്യം നിനക്കെതിരെ വന്നാലും, ജപത്തെ കൊടുക്കുന്ന ദൈവമക്കൾക്ക് വിടുതൽ തരുവാൻ കരുത്തുകളെ തട്ടി കർത്തർക്ക് മഹിമായി. അതൊക്കെ താൻ ഇന്ന് നൈറ്റിക്ക് പേശിക്കണം. നീ തകരുവാൻ ദൈവം അനുവദിക്കത്തില്ല. പ്രാർത്ഥിക്കുന്നവന്റെ പാളയം തകരുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഉപവസിക്കുന്നവന്റെ പാളയം തകരുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. യുദ്ധ ദിവസത്തിൽ ഇസ്രായേലിന് വേണ്ടി വീരനെ പോലെ ഇറങ്ങി വന്നു. അതുപോലെ ഇന്ന് രാത്രി പറയണ, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഒരു സൈന്യം നിനക്കെതിരെ പാളയം ഇറങ്ങിയാലും, നിന്നെ തകർക്കാൻ പദ്ധതി വച്ചാലും, രാത്രിയുടെ യാമങ്ങൾ നിന്നെ എഴുന്നേൽപ്പിച്ചു വിടുതൽ തരുവാ. ഇസ്രായേലിൻ പാളയത്തിനകത്ത് ഇറങ്ങി വന്ന കരമേന്ത നൽസെയ്തി കൂട്ടങ്ങളിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. നീ തകരാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ കുടുംബം തകരാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ കുഞ്ഞുങ്ങൾ തകരാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. മുഴങ്കാൽ മടക്കി ജപത്തെ കൊടുക്കുന്ന മക്കൾക്ക് വേണ്ടി വിടുതலை തരുവാ. ഇന്ന് രാത്രി ഇസ്രായേലിൻ പാളയത്തിനകത്ത് ഇറങ്ങി വന്ന കരം, ഇതിനകത്ത് ഇറങ്ങി വരുന്ന രാത്രിയ. എല്ലാ അന്ധകാരത്തിന്റെ കെട്ടുകളും, എല്ലാ ദുഷ്ടന്റെ പോരുകളും, നിനക്കെതിരെ പിശാച് വെച്ചിരിക്കുന്ന മന്ത്ര തന്ത്രവാദ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അഴിയട്ടെ. ജയത്തിന്റെ കൊടി ഇന്ന് രാത്രി ഞങ്ങൾ കൃപാസന ദൈവസഭയിൽ ഉയർത്തുന്നു. വിടുതൽ തരുന്ന ദൈവം
ദേവൻ മഹിമയാണ്ടവരിൻ വല്ലമായി. നിനക്കെതിരെ ഒരു കൂട്ടമിളകിയാലും ഒരു സൈന്യം നിന്നാലും ജപത്തെ കൊടുക്കുന്ന ദൈവമക്കൾക്ക് വിടുതൽ തരുവാൻ ഇസ്രയേൽ പാളയത്തിനകത്തിറങ്ങിയ ദൈവകരൻ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരും. ഇപ്പൊ രണ്ട് കാര്യമായി: ഒന്ന് ജെറുസലേം, രണ്ട് തത്തളിപ്പിൻ പാത്രം. ഇനി എല്ലാവരും വായിക്കണം. ഇത് മലയാളമാ. അമേരിക്കാവൻ പ്രസിഡന്റ് 2017 വന്ന് ജെറുസലേമിനെ ഇസ്രയേൽ തലസ്ഥാനമാക്കി. മുന്നാടി ഇസ്രയേൽക്ക് ക്യാപിറ്റൽ സിറ്റി വന്ന് ടെല്ലവീവ്, ട്രംപ് വന്ന് എന്താ തലസ്ഥാനമാക്കി. அதுக்கு வந்து ட்ரம்புக்கு மகள் பேர் இருக்குது, அவள் பேர் இவாங்கலின். அவளை திருமணம் செய்த ஒரு ചെറുപ്പക്കാരൻ യഹൂദൻ, യൂദാവൻ. അവൻ പേർ താൻ ജാറേദ് കുഷ്ണർ. അവരിപ്പോൾ എംബസി തുറന്നു. അവർ എംബസി തുറന്നത് ജെറുസലേമിൽ. എന്തിനു വേണ്ടി? ഒരു യുദ്ധം വരുന്നു, പള്ളി വരുന്നു. അതോടൊപ്പം ഇസ്രയേൽ ഇനി യൂതരാഷ്ട്രം. UN-നകത്ത് അവർ എഴുതി കൊടുത്തു, ഇസ്രയേൽ ഇനി യൂതരാഷ്ട്രം. വേറെ ആർക്കും അവരോട് പോരാടാൻ കഴിയത്തില്ല. 3 ദീർഘദർശിയൻ കടിതം ഇവിടെ ശരിയാകുന്നു. 1 ജെറുസലേം, 2 തത്തളിപ്പിൻ പാത്രം, 3 ഭാരമുള്ള കല്ലായി ട്രംപ് അതിനെ മാറ്റിക്കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ 4ാമത്തെ കാര്യം ഇന്ന് രാത്രി നിങ്ങളോട് പറയുന്നു. എന്താ? സകല യഹൂദന്മാരും മടങ്ങി വരുന്നു. മനസ്സിലാകുന്നവർക്കായി 2021 ഒക്ടോബർ മാസം 7-ാം തീയതി മിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു ഹമാസ് പോരാളികൾ ആക്രമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്: സകല യഹൂദന്മാർക്കും മടങ്ങി വരാം. അമ്മ പേര് പാസ്പോർട്ടിൽ ഇരിക്കുന്നത് യഹൂദ സ്ത്രീ, അപ്പാ പേര് പാക്ക മുടിയണ്ട, ആർക്കും വരാം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഗഗനമാ പിള്ളികൾ ചിന്ത കേട്ടിരിക്കണം. ഇസ്രയേலுக்கு ஏர்போர்ட் இருக்குது, அதுதான் டேவிட் பென்கூரியன் ஏர்போர்ட். முன்னாடி பாஸ்டர் சொல்லி இருக்குது இங்க ஒரு புக் ஸ்டால் இருக்குது. அது மாதிரி ஏர்போர்ட்டில் ஒரு கவுண்டர் இருக்குது, அது பேரு தான் ரோஷ் ஹோசன்னா. யகூதന്റെ അവസാന ഹോസന്നയ്ക്ക് വേണ്ടി ഒരുങ്ങുക. അരുമயான தேவ பிள்ளைகளே, இந்த நல்செய்தி கூட்டம் நடக்குது. தாவீதும் கோலியாத்தும் ஏற்றுமுட்டிய ஒரு தாழ்வரை இருக்குது. ആ താഴ്വരയുടെ പേരാ എലാത്ത്. അത് ഇന്ന് മടങ്ങി വരുന്ന യഹൂദന് വേണ്ടി അത് ഒടുങ്ങുന്നു. அதுக்கு ശേഷം இந்த കൺവെൻഷനുக்கு പാസ്റ്റർ ചിന്ന നോട്ടീസ് അടിച്ചപ്പോൾ ഒരു സംഭവം നടന്നു. വെസ്റ്റ് ബാങ്കിൽ 6000 പുതിയ വീട്ടുക്ക് വേണ്ടി ബെഞ്ചമിൻ നെതന്യാഹു കല്ലിടുന്നു. സകല യഹൂദനും മടങ്ങി വരാ. ബൈബിളുക്കുള്ള இருக்குதா? எசேக்கியேல் தீர்க்கதரிசியின் கடிதம் 36-ஆம் அதிகாரம் வசனத்தை வாசிக்கிறது 24. யகூதா லோக ராஷ்டிரங்கள் முழுவன் மடங்கி வரும். எசேக்கியேல் தீர்க்கதரிசி 36-ஆம் அதிகாரம் வசனத்தை வாசிக்கிறது 24-ஆம் வசனம். வாய்ச்சட்டு அந்த வார்த்தையெல்லாம் கேட்ட அவனுடைய சகல ஊழியக்காரராயினும் எசேக்கியேல் தீர்க்கதரிசி 36-ஆம் அதிகாரம் 24-வது வசனம். നിങ്ങൾ ചിതറിപ്പോയ ദേശത്ത് നിന്ന് ഞാൻ ഉങ്ങളെ പുറജാതികളിൽ നിന്ന് അழைத்து. അരുമயான വാക്യം. എല്ലാവരും ബൈബിൾ നോട്ട് ചെയ്യണം. പാസ്റ്റർ പറഞ്ഞ തുണ്ട് പേപ്പറിൽ നോട്ട് ചെയ്യണം. ഞാൻ നിങ്ങളെ പുറജാതികളിൽ നിന്ന് ചേർത്ത്, ഉങ്ങളെ സകല ദേശങ്ങളിൽ നിന്ന് ചേർത്ത്, ഉങ്ങളെ സകല ദേശങ്ങളിൽ നിന്ന് ചേർത്ത്, ഉങ്ങൾ സുയദേശത്തിற்கு ഉങ്ങളെ കൊണ്ടുവരുവേൻ. സ്വന്തം ദേശത്തേക്ക് കൊണ്ടുവരും. കരമുയർത്തുന്നവർക്കായി യഹൂദന്റെ സ്വന്തം ദേശം ഇസ്രായേൽ. ഞങ്ങളുടെ യഹൂദന്മാരെല്ലാം വിട്ടുതരണം. അതിനുശേഷം ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായോട് പറഞ്ഞു, 1 വർഷം 1600 പേരെ കൊണ്ടുപോകാം. മുന്നാടി കേരളാവിൽ യഹൂദന്മാരിരുന്നു. അവർ താൻ മട്ടാഞ്ചേരി. നിങ്ങൾ ചെന്നൈ പട്ടണത്തിൽ പോയാൽ കിൽപോക്ക് സമീപം ചെന്നൈ പട്ടണ മാവട്ടത്തിൽ കിൽപോക്കിൽ മുന്നാടി ജൂതർ ഇരുന്നു. അങ്ക ഒരു യഹൂദനും ഇന്ന് ചെന്നൈ പട്ടണത്തെ കാണാൻ മുടിയാതെ. ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ഗഗനമാ കേൾക്കണം. ഇന്ത്യയുടെ 4 സംസ്ഥാനങ്ങളിൽ യഹൂദനുണ്ട്. 1 മണിപ്പൂർ, 2 ആസാം, 3 മേഘാലയ, 4 അരുണാചൽ പ്രദേശ്. ഇന്ത്യൻ മുതലമച്ചർ മോഡി സാറിനോട് പറഞ്ഞു, 6000 യഹൂദന്മാർ അങ്ങേ ഇരിക്കുന്നത്. അവർ യാർ? അവർ താൻ യോസഫിന്റെ മക്കൾ. അവരുടെ പേരാ ബെനി മനാശേ, മനശേ ഗോത്രം. അവർ താൻ നോർത്ത് ഇന്ത്യയിൽ ഇരിക്കുന്നത്. ഇനിമേൽ ഊഴിയക്കാരനായ സജു ചാത്തന്നൂർ ഇങ്ക വർഷത്തിൽ ഇവിടെ വന്നില്ലെങ്കിൽ നിങ്ങ പത്രികയിലും ടിവിയിലും കാണാൻ പോകുന്നു. ഇസ്രയേൽ വിമാനം വരുന്നു. ന്യൂഡൽഹി എയർപോർട്ടിൽ നിന്ന് 1600 യഹൂദന്മാരെ കൊണ്ടുപോകാൻ പോകുന്നു. അതിന് ഇസ്രയേൽ പ്ലാൻ ചെയ്തു. അതിന്റെ പേരാ
Aliyah 2026 coming days, your news channel that the news is coming. Aliyah 2026 ഒരു വർഷം 1600 യഹൂദന്മാരെ കൊണ്ടുപോകാൻ പോകുന്നു ഇസ്രായേലിലേക്ക്. നരേന്ദ്രമോദി സാർ പറഞ്ഞു, അമിത്ഷാജി പറഞ്ഞു കൊണ്ടുപോകാൻ. അപ്പൊ ഇസ്രായേലുകാർ പറഞ്ഞിട്ടുണ്ട് അവരെ കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞ് വീടൊന്നും നിങ്ങൾ എടുക്കരുത്. സന്തോഷമില്ലല്ലോ? സ്വോത്രം. വീടെല്ലാം പൂട്ടിയിരിക്കണം. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അതുകൊണ്ട് യഹൂദൻ പോയെന്ന് വെച്ചാൽ ഞാൻ இந்த നാൾക്കളിൽ തോപ്പുംപടി കൊച്ചിക്കടുത്ത് പാസ്റ്റർമാർക്കറിയാം IPC செய்தியை കൊടുക്കാൻ പോയിരിക്കുന്നത്. IPC കൺവെൻഷൻ நல்ல செய்தியை കൊടുത്ത് നൈറ്റുക്ക് അവരെ സെൻട്രൽ പാസ്റ്റർ വീട്ടുക്കുള്ള ചപ്പാത്തി കഴിച്ചു. ഞാൻ ചോദിച്ചു, ஐயா இங்க இனி யகூதன்மார் யார் இருக்குது? അപ്പം സെൻട്രൽ പാസ്റ്റർ பேசி இருக்குது, இனி பாபு சேட்டன் இருக்குது, ബാക്കി എല്ലാം പോയിരിക്കുന്നത്. മനസ്സിലാകുന്നവർക്കായി. അപ്പൊ ഞാൻ സന്തോഷമായി കേട്ടിരിക്കുന്നത്, ஐயா ഇവരുടെ വീട് വല്ലതും കൊടുക്കുന്നോ? അപ്പം സെൻട്രൽ പാസ്റ്റർ കേട്ടിരിക്കുന്നത്, നിങ്ങ കൈ പണം இருக்குதா? ഞാൻ പറഞ്ഞു, ஐயா നൈറ്റുക്ക് പ്രസംഗിച്ച പണമെല്ലാം ഞാൻ കെട്ടിവെച്ചിരിക്കുവാന്ന്. സ്വോത്രം. അപ്പൊ സെൻട്രൽ പാസ്റ്റർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, പാസ്റ്റർ ഞാൻ ഒരു വീട് നോക്കിയിട്ട് അവന്മാർ തരുന്നില്ല, എല്ലാം പൂട്ടിയാ പോയിരിക്കുന്നത്. ഞാൻ ചോദിച്ചു, എങ്ങനെ കരമടയ്ക്കുന്ന ബില്ലടയ്ക്കുന്ന? പാസ്റ്റർക്ക് തേവ കൂടാതെ അവർ ഇസ്രായേലിൽ നിന്ന് ഓൺലൈൻ വഴി കരമടയ്ക്കുന്നു. സന്തോഷമില്ലല്ലോ? ഇലക്ട്രിസിറ്റി ബില്ലുമല്ല. ഇതെല്ലാം അന്ത്യകാലം. യഹൂദൻ വീടൊന്നും വിൽക്കത്തില്ല, അവ എല്ലായിടത്തും പൂട്ടിയിട്ടിരിക്കുന്നു. ചെന്നൈ പട്ടണത്തിൽ അവർക്ക് വീടുണ്ട്, അവർ കൊടുക്കത്തില്ല. കിൽപോക്ക് അതെല്ലാം പൂട്ടിയിരിക്കുന്നു. അന്ത്യകാലം. അങ്ങനെയെങ്കിൽ യഹൂദൻ മടങ്ങി വരുന്നു. യഹൂദൻ മടങ്ങി വരുന്നെങ്കിൽ വരാൻ പോകുന്നത് അന്തിമ യുദ്ധം. അതിനാസ്പദമായി ഇനി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കാനുണ്ട്. യെരൂശലേം യഹൂദൻ വിട്ടുകൊടുക്കത്തില്ല. 15 കാര്യം യെരൂശലേം. സമാധാനത്തിൽ നിങ്ങൾ കേൾക്കണം. 1 ദാവീദിന്റെ പട്ടണം. 2 5000 വർഷം പഴക്കം. 3 ഹോളി ലാൻഡ്, വിശുദ്ധ ഭൂമി. 4 3 മതങ്ങളുടെ പുണ്യകേന്ദ്രം, ക്രൈസ്തവ മതം, യഹൂദ മതം, ഇസ്ലാം മതം. 5 മക്ക മദീന കഴിഞ്ഞാൽ ഇസ്ലാം സഹോദരന്മാർ പറയുന്ന അൽ-അഖ്സ മോസ്ക് ഈ യെരൂശലേമിൽ. 6 ഇസ്ലാം സഹോദരന്മാർ പറയുന്നു മുഹമ്മദ് നബി സ്വർഗാരോഹണം ചെയ്ത പാറ യെരൂശലേമിൽ. അതിനവർ പേരുമിട്ട് ഡോം ഓഫ് ദ റോക്ക്. അത് വെറുതെ ആ സഹോദരന്മാർ പറയുന്നത് അബ്രഹാം ഇസഹാക്കിനെ കടത്തിയ പാറ കണ്ടിട്ട് ഇവര് പറയുന്നത് മുഹമ്മദ് നബി അവിടുന്ന് പോയെന്ന്. അതെല്ലാം തെറ്റായ കാര്യങ്ങളാവും. 6-ാമത്തെ കാര്യം. 7-ാമത്തെ കാര്യം യേശുവിന്റെ ക്രൂശീകരണം ഇതേ കാൽവറി മല അഥവാ ഈ ജെറുസലേമിനോട് ചേർന്ന്. 8 യേശുവിന് തോളിൽ കിദ്രോൻ തോട് വഴി പോയി. 9 തൈലലേപനം, യേശുവിന്റെ ശരീരം നടത്തിയത് തൈലലേപനം നടത്തിയത് ഇവിടെ. 10 യേശുവിന്റെ അമ്മ മറിയാമ്മച്ചിയുടെ കല്ലറ ഇവിടെ. 11 അരിമത്തക്കാരന യോസഫിന്റെ കല്ലറ ഇവിടെ. 12 പെന്തിക്കോസുകാരെല്ലാം യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് കാത്തിരിക്കുന്ന ശിഷ്യന്മാരുടെ നടുവിലേക്ക് വന്നു. നിങ്ങൾക്ക് ടൊയോട്ട കാറും നല്ല വീടും എന്നല്ല യേശു പറഞ്ഞത്. സന്തോഷം കിടയാതെ സ്വോത്രം. യേശു പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനം. സന്തോഷമില്ലല്ലോ? സൗരിമാരെ എല്ലാം മുഖം വാടി. കാട്ടത്തി മേലിരുന്ന സക്കായിയോട് യേശു ചൊൽക്ക്, സക്കായി കുളന്ത നീ കീഴെ ഇറങ്ങ്, നിനക്ക് വീട്, നിനക്ക് വിസ, നല്ല കാറ് തരാം. അന്ത മാതിരി യേശു പേശിയോ? ഇല്ല. സക്കായി നീ താഴെ ഇറങ്ങിയാൽ നിൻ വീട്ടുക്ക് രക്ഷ വരുവത്. കരം ഉയരുന്നില്ലല്ലോ? സ്വോത്രം. പിന്നെ നമ്മ മാതിരി ഊളിയക്കാർ ഏതെങ്കിലും സക്കായിയെ പാത്തിരിക്കുന്നത്, അയ്യാ നീ കീഴെ ഇറങ്ങ്, നല്ല വീട് കിട്ടും, കാറ് കിട്ടും, കമ്പ്യൂട്ടർ കിട്ടും, മേനെ തെക്കേ ഊർവശിൽ മോനെ തെക്കേ മേരിക്കെ വിടുവൻ കുളന്തേ. സന്തോഷമില്ലല്ലോ? സ്വോത്രം. അതൊന്നും യേശു പേശക്കൂടാതെ യേശു മരിച്ചുയർത്തെഴുന്നേറ്റ് കാത്തിരുന്ന ശിഷ്യരുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അതൊക്കെ താൻ ഞങ്ങൾ തമിഴിൽ ഒരു പാട്ട് പാടും, യേശുവുള്ള വീട്ടുക്ക് സമാധാനം, യേശുവുള്ള കൂട്ടത്തിക്ക് സമാധാനം, യേശുവുള്ള കൂട്ടർക്ക് സമാധാനം. സന്തോഷം കിടയാതെ മനസ്സിലാകുന്നവർക്കായി. യേശു $1 തരാന്നല്ല ശിഷ്യനോട് പറഞ്ഞ് നിങ്ങൾക്ക് സമാധാനം. 13-ാമത്തെ കാര്യം. ലോകത്തിൽ 46 പ്രാവശ്യം യുദ്ധം നടന്നൊരു സ്ഥലമാണ് ജെറുസലേം. 14 23 പ്രാവശ്യം ജനം ഓടി. 15 ഏകദേശം 16 പ്രാവശ്യം മുറിവേറ്റു. ഇന്ന് നമ്മ കൺവെൻഷൻ കൂട്ട യവനേസ പാസ്റ്റർ കൺവെൻഷൻ നടക്കുമ്പോഴും ജെറുസലേമിൽ അറ്റാക്ക്, മുറിവേറ്റുകൊണ്ടിരിക്കുന്നു, ആൾ കൊല്ലപ്പെടുന്നു. പരിഭ്രമ പാത്രം, ഭാരമുള്ള കല്ല്. 16
ഈ പട്ടണം യഹൂദൻ വിട്ടുകൊടുക്കത്തില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് മഹാത്മജിയാ. യഹൂദന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ഒരു ചെറുപ്പക്കാരൻ, ഒരു ബാലിബനുണ്ട്, അവൻ പേർ തിയോഡർ ഹെർസൺ. അവരുടെ കല്ലറ ജെറുസലേമിൽ. അങ്ങനെയെങ്കിൽ ഇത് വിട്ടുകൊടുക്കത്തില്ല. അങ്ങനെയെങ്കിൽ വരാൻ പോകുന്നു മൂന്നാം ലോക മഹായുദ്ധം യെരുശലേമിന്റെ വിഷയത്തിൽ. അങ്ങനെയെങ്കിൽ അതെപ്പോൾ സംഭവിക്കും? ഇസ്രയേലിന് അമേരിക്കയും ലോകരാജ്യങ്ങളുമെല്ലാം കൈവിടും. എല്ലാ ശ്രദ്ധയോടെ ഇരിക്കണം. ഇരമ്യ ദീർഘദർശി. ഇനി ഗൾഫ് രാജ്യത്തെല്ലാം നടക്കാൻ പോകുന്ന കാര്യം இந்த പ്രവചനത്തിൽ இருக்குது. ഇരമ്യ ദീർഘദർശി அதுக்கு 22 அதிகாரம் சிஸ்டர் எடுத்தாட்டு 21, 22 വാക്യങ്ങൾ. ഇരമ്യ ദീർഘദർശി அதிகாரம் 22, 21, 22 വാക്യങ്ങൾ. നീ സുഖമായി വാഴ്ന്നിരിക്കയിൽ ഞാൻ ഉനക്ക് சொன்னேன். എല്ലാവരും കേട്ടിരിക്കുന്നത് നല്ല വാർത്ത. അതൊക്കെ താൻ സ്പീഡ്. നിൻ ശുഭകാലത്ത് നിന്നോട് ഞാൻ അരുളി, നീ എന്റെ വാക്ക് കേൾക്കുകയില്ല. അടുത്ത വാക്ക്, ഉൻ സിറുവയது முதல் നീ എൻ സത്തത്തെ കേളാമർ പോകുന്നതേ ഉൻ പഴക്കം. ചെറുപ്പകാലത്തെ നീ എന്റെ വാക്ക് കേൾക്കത്തില്ല. അടുത്തത്, ഉൻ മേയ്പ്പர்கள் എല്ലാരെയും കാറ്റ് അടിച്ചു കൊണ്ടുപോകും. നിന്നെ മേയ്ക്കുന്നവരെ. ശിഷ്ട വാക്യം മാറ്റൽ. ആന്റി അവിടെ നിന്നാട്ട്. നിന്റെ ശുഭകാലത്ത് നിന്നോട് ഞാൻ സംസാരിച്ചു. നിന്റെ ചിന്ന പ്രായത്തില് എന്റെ വാക്കനുസരിക്കാതിരിക്കുന്നത് നിന്റെ സ്വഭാവം. എല്ലാവരും ഗഗനമാ കേട്ടിരിക്കുന്നത്. ഇസ്രയേലിന്റെ ഒന്നാമത്തെ രാജാവായിരുന്നു ശൗൽ. അവനെവിടാ? നല്ല കൊട്ടാരത്തിൽ കൊണ്ടുപോയി കാര്യങ്ങളെല്ലാം റെഡിയായി. ഇപ്പൊ അവൻ ദാവീദിനെതിരെ കുന്തമെറിയുന്നു, മനസ്സിലാകുന്നവർക്കായി. അവസാനം ഗിൽബോവായിൽ കൊണ്ടുപോയി. ശൗലും പോയി, അവന്റെ മകൻ യോനാഥാനും പോയി. ബൈബിളിക്കുള്ളേ അരുമയാൻ ഒരു വചനം ഇരിക്കുന്നത്, വീരന്മാർ പട്ടുപോയതെങ്ങനെ, മനസ്സിലാകുന്നവർക്കായി. രാജാവും പട്ടുപോയി. അപ്പൊ രണ്ടാമത് ഇസ്രവേലിക്ക് ഒരു രാജാവ് വന്ന്, നല്ല അരുമயான രാജാവ്. അവരുടെ പേര് ദാവീദ്. സന്തോഷമില്ലല്ലോ? ദാവീദ് ഇപ്പോൾ എന്തായി? നല്ല മേട കിട്ടി, നല്ല ആപ്പിളിന്റെ മൊബൈൽ കിട്ടി. ഇപ്പം പിന്നെ കാഞ്ചിരോട്ട് കൺവെൻഷന് പോകത്തില്ല, ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകത്തില്ല. അവൻ നമ്മ വീട്ടിക്ക് മൂന്നാമത്തെ നിലയിരുന്ന ആപ്പിളിന്റെ മൊബൈൽ കറക്കിക്കൊണ്ടിരിക്കുക. സന്തോഷമില്ലല്ലോ? മനസ്സിലാക്കുന്നവർക്കായി. അന്നേരം ഒരു സഹോദരിയെ കിട്ടി, ഊരിയാവിന്റെ ഭാര്യ. ഓട്ടോയ്ക്കകത്ത് പിടിച്ച് അവളെ വീട്ടിൽ കൊണ്ടുവന്ന് കാര്യങ്ങളെല്ലാം കൈവിട്ടുപോയി. രാവിലെ ആയപ്പം ദാവീദ് കരമടിച്ച് കർത്തർക്ക് മഹിമയെ കൊടുത്തവന് അവന് ഒരു സന്തോഷമില്ല. അവൻ വേറെ യുദ്ധമുന്നണി പോയി. പെട്ടെന്ന് ആളെ വിട്ടിട്ട് പറഞ്ഞു ഊരിയാവ് വരാൻ. ഊരിയാവ് വന്നപ്പം പറഞ്ഞു, ഊരിയാവക്ക് പേശിയിരിക്കുന്നത്, നീ ഇനി യുദ്ധമൊന്നും എടുക്കണ്ട, നിൻ മനവിയുമായി ചേർന്ന് നമ്മ ഗസ്റ്റ് ഹൗസ് ഇരിക്കുന്നത്, അവിടെ കെൻഡക്കി ഫ്രൈഡ് ചിക്കനൊക്കെ അഴിച്ച് അൽപകാമം കുഴിമന്തി തിന്ന് അവിടെ ഇരിക്കുക. മനസ്സിലാക്കുന്നവർക്കായി സ്വോത്രം. ഊരിയാവ് சொல்கிறது, நான் ஒரு யகூதன், என் ஜனம் பாளையத்துக்குள்ள യുദ്ധം നടത്തുമ്പോൾ ഞാൻ എൻ മനവിയായിട്ട് സഹിക്കരുത്. അവസാനം എന്തോ ഇത്? അപ്പൊ ആദ്യത്തെ കൊട്ടേഷൻ കൊടുത്ത മാർത്താണ്ഡൻകാരല്ല, ഊരിയാവിനെ കൊന്നു ദാവീദ്. മനസ്സിലാകുന്നവർക്കായി. അങ്ങനെ ഇരുന്നപ്പോൾ മാർത്താണ്ഡ കൃപാസനം ചർച്ചിൽ 21 days ഫാസ്റ്റിംഗ് പ്രയർ. സന്തോഷമില്ലല്ലോ? ദാവീദ് വിചാരിച്ചു, ഈ ഫാസ്റ്റിംഗ് പ്രയർ എൻ്റെ പാപമെല്ലാം മാറുകത്. മനസ്സിലാകുന്നവർക്കായി. 18 നാളുകളിൽ അവൻ പോയി. 19, 20 നല്ല ഉണ്മயான ഒരു ഊളിയക്കാരൻ. അവരെങ്കിൽ നിന്ന് വരുന്നതെന്നറിയാമോ? ചെന്നൈ ചെങ്കൽപ്പേട്ടിൽ നിന്ന്. അവൻ പേർ താൻ നാഥാൻ പ്രവാചകൻ. സന്തോഷമില്ലല്ലോ? സ്വോത്ര. മനസ്സിലാകുന്നവർക്കായി. നല്ല അരുമയാണ് ദൂത്. 19, 20, 21 സൺഡേ നല്ല കർത്തമേശയെല്ലാം ദാവീദ് എടുത്ത്, ദാവീദ് ഒരു പാട്ടും പാടി. ഞങ്ങൾ കേരളത്തിൽ പാടുന്ന പോലെ, നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയി എൻ്റെ ശാപങ്ങൾ. അപ്പോൾ அந்த ஊழியக்காரன் நம்ம எபனேச பாஸ்டர் மாதிரி அவர் நாதானு கேட்டு, ஐயா நீ சாப்பாடு ഞങ്ങൾ മാർത്താണ്ഡത്തെ ബസ് സ്റ്റാൻഡിൽ കൊണ്ട് കയറ്റിവിടാം. ഉടനെ നാദാൻ ദാവീദ് പറഞ്ഞു, വേണ്ട, അവരിങ്ക സാപ്പിടക്കൂടാതെ നമ്മ പാലസ് ഇരിക്കത്. നല്ല ഇനോവ വണ്ടി കയറ്റി നാദാനെ എവിടെ കൊണ്ടുപോയി? പാലസിനകത്ത് കൊണ്ടുപോയി. നാദാൻ അവിടെ ഇരുന്നു. ഫ്രൈഡ് റൈസ് വേണോ, ചിക്കൻ വേണോ, 65 വേണോ? നാദാൻ പറഞ്ഞു, ഒന്നുമേ വേണ്ടാത്, ഒരു ടീയെ കൊടുക്കുങ്ക. സന്തോഷമില്ലല്ലോ? സ്വോത്രം. നാദാനുക്ക് നല്ല ഒരു ടീയെ കൊടുത്ത് ദാവീദ് പക്കത്തിയിരുന്നു. ദാവീദ് മുഖത്ത് നോക്കിയിട്ട് നാദാൻ പറഞ്ഞു, അയ്യാ തമിഴ് ഭാഷ ഒരു ചിന്ന കഥ എനിക്ക് പേസുகிறது. നാദാൻ പറഞ്ഞു, ഉളിയക്കാരൻ பேசிக்கோ. அப்ப நாதான் ஒரு கதையை கொடுத்து, ஒரு நாட்டுக்குள்ள நல்ல ஒரு பிரமாணி இருக்குது, அவருக்கு வீடு இருக்குது, வசதி இருக்குது, ஆட்டுக்கூட்டம் இருக்குது. പക്ഷേ அந்த பக்கத்தில் ஒரு പാവപ്പെട്ട കർഷകൻ இருக்குது. അവർക്ക് ഒരു ആടുണ്ടായിരുന്നു. ആടിന്റെ പാല് കൊടുത്താ ജീവിച്ചു കൊണ്ടിരുന്നത്. இந்த ധനവാൻ വീട്ടിലുള്ള ഒരു ഗസ്റ്റ് വന്നപ്പോൾ ഈ ധനവാന്റെ പണിക്കാർ ചെന്ന് പാവപ്പെട്ട കർഷകന്റെ കയ്യിലിരുന്ന ആടിനെ പിടിച്ചോണ്ട് വന്ന് കട്ട് ചെയ്ത് മട്ടൻ കറിയാക്കി കൊടുത്തു. സ്വോത്രം.
ആട്ടിന്റെ കാര്യം പറഞ്ഞപ്പോൾ ദാവീദിന്റെ കാര്യം സന്തോഷമില്ലല്ലോ. യവൻ പണ്ട് ആട്ടിൻ്റെ കൂടെ കൈ അടിച്ചതാ. സ്വോത്രം. ദാവീദ് എഴുന്നേറ്റു, പ്രവാചകനിട്ട് കേട്ടു, അല്ലയോ നാഥാനേ, ആ കൊലകൃത്യം ചെയ്തത് ആരാ? ഞങ്ങളെപ്പോലുള്ളവരായിരുന്നേ പറഞ്ഞേനെ, അയ്യാ നീ കൊഞ്ചം ഒക്കാറ്, ഇതൊക്കെ ഞങ്ങൾ ശരിയാക്കാം, ബാംഗ്ലൂരിൽ നാളെ ഇറക്കാൻ ചർച്ചക്കാരെ കൂടെ പറയാതെ. സന്തോഷമില്ലല്ലോ. സ്വോത്രം. അങ്ങനെ പറഞ്ഞേരാ. നാഥാൻ ദാവീദിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ദാവീദേ, ആ പാപം ചെയ്ത വ്യക്തി നീയാ. സ്വോത്രം. ദാവീദ് മുഴങ്കാൽ മടക്കി 51 സംഗീതം എഴുതി വീട്ടിൽക്കുള്ള വായിക്കണം. നാഥാന്റെ വാക്കേട്ട് ദാവീദ് നിലവിളിച്ചു, സ്വർഗത്തോട് പറഞ്ഞു, സ്വർഗമേ എന്നോട് ദയ കാണിക്കണമേ, അങ്ങയുടെ പുസ്തകത്തിൽ നിന്റെ പേർ മായ്ച്ചു കളയരുത്. കരമുയരുന്നില്ലല്ലോ. സന്തോഷം കടയാതെ. അത് താൻ இந்த நாட்களில் கேரளாவில், தமிழ்நாடு நல்ல ஊழியக்கார், കേരളാവിൽ ബുള്ളറ്റിനകത്ത് പ്രവാചകൻ വരും, ശോശമാമ, ചിന്നമാമ, ജ്യോതിമോൾ എല്ലാവരെ തലയിട്ട് കറക്കുന്നത് മനസ്സിലാകുന്നവർക്കായി. പണ്ട് ആട്ടുകളിൽ കറക്കുന്നതല്ലേ. എൻ്റെ അരുമயான സിസ്റ്റർമാരെ, നിങ്ങളുടെ തലകളൊന്നും കൊണ്ട് പ്രവാചകന്റെ മുമ്പിൽ കറക്കാൻ കൊടുക്കരുത്. വല്ല ഞരമ്പങ്ങാണ് പിടച്ചാൽ പിന്നെ കേരക്കോണത്തോ അല്ലെങ്കിൽ മൂകാംബികയിലോ സരസ്വതിയിലോ പോകേണ്ടി വരും. മനസ്സിലാകുന്നവർക്കായി. സ്വോത്രം. അതുകൊണ്ട് തല കറക്കുന്നതല്ല പ്രവചനം. മനസ്സിലാകുന്നവർക്കായി. ഒരു പാപി മാനസാന്തരപ്പെടുന്നതാ പ്രവചനം. നാഥാനെ പോലെയുള്ള അരുമயான ഊളിയക്കാർ, അരുമயான പ്രവാചകർ കൃപാസനത്തിൽ എഴുന്നേൽക്കട്ടെ. പാപം ചെയ്ത മനുഷ്യനെ മടക്കി കൊണ്ടുവന്ന് അവർ മുഴങ്കാൽ മടക്കി ജപത്തെ കൊടുക്കുന്നത് ഉണ്മയാണ് ഊളിയക്കാർ. இந்த നാൾക്കളിൽ നമ്മ ചർച്ചക്കുള്ള വരട്ടെ, നമ്മ പ്രസ്ഥാനത്തിൽ വരട്ടെ. ഒരുവൻ സർവ്വലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്തു വില?